ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിചിത്ര സിൽക്ക് സാരിയിൽ പീക്കോക്ക് ഡിസൈൻ വന്നിരിക്കുന്ന ഒരു സാരി. ബോഡിയിൽ ഫുള്ളായിട്ടും പീക്കോക്കാണ് ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് വരിക. പല്ലു പ്രത്യേകിച്ച് പല്ലുവും ഒന്നുമില്ല, എല്ലാം ഡിസൈൻ സെയിം തന്നെ, വിത്ത് ബ്ലൗസ് അല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. വളരെ സോഫ്റ്റായിട്ട്, അതുപോലെ ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ്. ഇത് പീക്കോക്ക് പ്രിൻ്റായിട്ട് വരുന്നു. ഇതിൻ്റെ 9 കളേഴ്സ് ഉണ്ട്, ഓരോന്നായിട്ട് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ ഡിസൈൻ വരിക. ഇങ്ങനെ പല്ലുവിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വിത്ത് ബ്ലൗസും അല്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 419 ആണ്. റാണി പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. സോഫ്റ്റായിട്ടുള്ള വിചിത്ര സിൽക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ, വളരെ സോഫ്റ്റാണ്. നമുക്കൊരു പാർട്ടികൾക്കെല്ലാം ഉടുക്കാനും എല്ലാം നല്ലൊരു സാരി. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. ബോർഡറിലും പീക്കോക്ക് ഡിസൈൻ വന്നിരിക്കുന്നു. പ്രിൻ്റാണ്. ബോഡി പാർട്ടിലും പീക്കോക്ക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. റേറ്റ് 419. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിലെ ബോർഡർ സ്വല്പം വീതി കുറഞ്ഞ് ഈ സൈഡിലെ വീതിയിൽ അതിൽ പീക്കോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് റേറ്റ് വരുന്നത് 419 വിത്ത് ബ്ലൗസ് ഇല്ല, ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ്സും ആണ്. നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇതും വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡറും നമ്മുടെ ബനാറസി ലുക്ക് തോന്നിക്കുന്ന, ഞാനിതിന് മുന്നോം കാണിച്ചിട്ടുണ്ട്, അതേ ഫീലിൽ തന്നെ വന്നിരിക്കുന്ന സാരി. പക്ഷേ ഇതിൻ്റെ ബോർഡറിൽ ഈ പീക്കോക്കും കൂടെ വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നേരത്തെയൊക്കെ ഒരു സാരി എന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ളൊരു സാരി റേറ്റിനൊക്കെ നമുക്ക് കിട്ടുക പാടായിരുന്നു. ഇപ്പോൾ ഏത് ടൈപ്പ് വേണേലും, ഇപ്പോൾ ഒരു 1 ഡേ യൂസിനൊക്കെ, ഒരു കല്യാണത്തിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവർക്കും, അതുപോലെ ഇതിപ്പോൾ നമ്മൾ ഷാമ്പു വാഷ് ചെയ്താലും നമുക്കിത് എത്ര വേണേലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു സാരിയിലാണ്, നല്ലൊരു മെറ്റീരിയലും. ഒരു യെല്ലോ ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഗോൾഡൻ പ്രിൻറ്റും കൂടെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയില്ലേ. അത് വിചിത്ര സിൽക്കിലും കൂടി ആകുമ്പോഴോ. റേറ്റ് 419 ഈ സാരി. നല്ല രസമുണ്ട്. അതുപോലെ വെയ്റ്റ്ലെസ്സാണ്, ട്രാൻസ്പെറൻറ്റും അല്ല. മെറൂൺ ഷെയ്ഡിൽ ഞാൻ പറയും ഏത് കളർ ടോണുകാർക്ക് അനുയോജിച്ച ഒരു കളറാണ് മെറൂണെന്ന്. കാരണം ഇച്ചിരി കളർ കുറഞ്ഞവർക്ക് അതിൽ മെറൂൺ ഇടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കളറ് നന്നായിട്ടാണ് തോന്നിക്കുകയുള്ളൂ. ഏത് കളർ ടോണുകാർക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ ഡിസൈൻ വരെ. എല്ലാത്തിൻ്റെയും ഇങ്ങനെ തന്നെയാണ്, കളറ് മാത്രമേ മാറ്റുള്ളൂ. കോഫി ബ്രൗൺ ഷെയ്ഡ്. ഇപ്പോൾ കോഫി ബ്രൗൺ ഷെയ്ഡിന് ചില അത്യാവശ്യക്കാർ കൂടുതലാണ്. കാരണം അതിൽ വന്നേക്കണ ഈ കോഫി ബ്രൗണിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, ആ ഡിസൈനുകൾ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി, നല്ലൊരു ഭംഗിയായിട്ടുള്ള കളറിലും അതുപോലെ ഡിസൈനിലും. ഒണിയൻ പിങ്ക് ഷെയ്ഡിൽ 9 കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചെന്ന് തന്നെ ഞാൻ പറയാം. ഡിസൈൻ എല്ലാത്തേലും ഈ പീക്കോക്കാണ് വന്നിരിക്കുന്നത്. ഈ പീക്കോക്ക് പ്രിൻ്റ്, ബോഡി ഫുള്ള്. ഈ സൈഡിൽ വീതി കുറഞ്ഞ ബോർഡർ, ഈ സൈഡിൽ വീതിയുള്ള ബോർഡർ. ആ ബോർഡറിൽ പീക്കോക്ക്. അതാണ് ഇതിൻ്റെ ഫുള്ള്. വിത്ത് ബ്ലൗസും അല്ല. റേറ്റ് 419. നേവി ബ്ലൂ ഷെയ്ഡാട്ടോ. നേവി ബ്ലൂവിൽ ഈ പ്രിൻ്റ് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഓൾ ഓവർ വരിക. ഇതാണ് ഇതിലെ ഡിസൈൻ വന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബനാറസി ഫീല് തോന്നിപ്പിക്കുന്ന, ബനാറസി സാരിയുടെയൊക്കെ ഫീല് തോന്നിപ്പിക്കുന്ന അതേ ഡിസൈൻ പ്രിൻ്റാണ്. പീക്കോക്കാണ് ഫുള്ള് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനൊരു പല്ലു എന്ന് പറയാനില്ല, ഈ ബോർഡറാണ്. നമുക്ക് യൂണിഫോമിനൊക്കെ ആയാലും, അതുപോലെ നമ്മുടെ സ്കൂൾ ആനിവേഴ്സറികൾക്ക് എല്ലാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന റെഡിമെയ്ഡ് ബ്ലൗസാണ്. ഇതിന് വിത്ത് ബ്ലൗസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഒരു റെഡിമെയ്ഡ് ബ്ലൗസും വെയർ ചെയ്ത് ഒരു നിസ്സാര റേറ്റിന് നമുക്ക് ഒരു സാരി ആകും. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്കൊരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.